മലയാള സാഹിത്യം, കവിത, കഥ, ഉപന്യാസം, നോവൽ എന്ന് പറയുന്ന പാഠപുസ്തകത്തിലെ വിഷുക്കണി എന്ന് പറയുന്ന കവിതയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന് പറയുന്ന മലയാള കവിയെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മാമ്പഴം എന്ന കവിത. അങ്കണത്തൈമാവിൽ ആദ്യത്തെ പഴം വീഴുന്ന സമയത്ത് അമ്മ തൻ്റെ കുട്ടിയെയാണ് നോക്കുന്നത്. പക്ഷേ കുട്ടി എവിടെയില്ല, കുട്ടി ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ആ അമ്മയുടെ സങ്കടം, കുട്ടിയെ നഷ്ടപ്പെട്ട അമ്മയുടെ സങ്കടം കേരളക്കരയുടെ മുഴുവൻ സങ്കടമായി മാറിയിട്ട് ഒരുപാട് കാലമായി. ആ കവിതയെ ഒരുപാട് പേര് വായിച്ചു, ഒരുപാട് പേര് ചർച്ച ചെയ്തു. 20-ാം നൂറ്റാണ്ടിൻ്റെ സൂക്ഷ്മവും സങ്കീർണവുമായിട്ടുള്ള ഹൃദയതാളം കവിതയിൽ ആവിഷ്കരിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ലോകം തന്നെ ആകെ മാറി മറിഞ്ഞു പോയൊരു കാലമായിരുന്നു അത്. സ്വാതന്ത്ര്യ സമര പോരാട്ടം അതിശക്തമായി ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ലോകം തന്നെ ആകെ മാറിപ്പോയി. ആധുനികതയുടെ കടന്നുവരവ്, നവോത്ഥാന ചിന്തകൾ, ലോകം മുഴുക്കെയുള്ള ഈ മാറ്റങ്ങൾ കേരളത്തിലും കേരളത്തിൻ്റെ സമൂഹത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു. മനുഷ്യരുടെ അനുഭവവും വിചാരവും ലോകബോധവും ആകെ ഇളകി മറിഞ്ഞു. പുതിയ കാഴ്ചപ്പാടുകളും ജീവിത രീതിയും രൂപപ്പെട്ടു. അപ്പോൾ സാമൂഹികവും വൈയക്തികവുമായ വ്യക്തിപരവുമായ തലങ്ങളിലുണ്ടായ ഈ ചലനങ്ങളോടൊപ്പം ഗാഢമായിട്ട് പ്രതികരിച്ച കവി കൂടിയാണ് വൈലോപ്പിള്ളി. ലോകത്തു നിന്ന് ലഭിച്ച വിവിധ അനുഭവങ്ങളെ കവിതാരൂപത്തിലാക്കുകയായിരുന്നു ശ്രീധരമേനോൻ ചെയ്തതെന്നും കാണാൻ പറ്റും. ഏതു ദൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിപ്പിച്ചവും മണവും മമതയും ഇത്തിരിക്കൊന്ന പൂവെന്ന് പറഞ്ഞ് മലയാളിയുടെ വയലുകൾക്കും തൊടികൾക്കും സഖ്യപർവ്വതത്തിനും കയ്പവല്ലരിക്കും മണത്തിനും മഴയ്ക്കുമെല്ലാം കവിതയിലൂടെ അനശ്വരത നൽകിയ കവിയാണ് അദ്ദേഹം. അപ്പോൾ ഈ വൈലോപ്പിള്ളിയുടെ കവിതകളുടെ പ്രത്യക്ഷ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ കവിതയുടെ അടിയാധാരമായിട്ട് വർത്തിക്കുന്നത് മാനവികതാ ബോധമാണ്. മനുഷ്യരുടെ ശക്തിയിലും മനുഷ്യരുടെ ശേഷിയിലും വിശ്വസിച്ച അദ്ദേഹം മനുഷ്യ ജീവിതത്തെയാണ് കവിതയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ്റെ കടലേ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്ന് പറഞ്ഞത്. ജീവിതമാകുന്ന വലിയ കടലാണ് കവിതയ്ക്ക് മഷിപ്പാത്രം. അതല്ലാതെ തുടുവെള്ളാമ്പൽ പൊയ്കയല്ല, അല്ലെ തുടുത്ത വെള്ളാമ്പലുകൾ നിറഞ്ഞു നിൽക്കുന്ന പൊയ്കയല്ല, അല്ലെ ആ തുടുത്ത വെള്ളാമ്പലുകൾ നിറഞ്ഞു നിൽക്കുന്ന പൊയ്കയെ കുറച്ച് കാലം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആസ്വദിക്കാൻ വേണ്ടി പറ്റൂ. അതിൽ നിന്ന് കുറച്ച് കാലം മാത്രമേ നമുക്ക് നല്ല കവിതകൾ പറിച്ചെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നല്ല പൂക്കൾ പറിച്ചെടുക്കാൻ പറ്റൂ. പക്ഷെ ജീവിതമാകുന്ന കടലാണ്. വെള്ളാമ്പൽ പൊയ്കകളല്ല, ചെറിയ ജലം നിറഞ്ഞിരിക്കുന്ന ഇടമല്ല, വലിയ വറ്റാത്ത കടലുകളാണ്. ആ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു കടലിൻ്റെ അനുഭവങ്ങളെയാണ് അദ്ദേഹം തൻ്റെ കവിതയ്ക്ക് മഷിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിക്കുന്ന കവിതയാണ് വൈലോപ്പിള്ളി. അത് അങ്ങനെ വിശേഷിപ്പിച്ചത് എം എം ശ്രീധരനല്ല, വിജയമാഷാണ്. വിജയമാഷാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെ കാച്ചിക്കുറുക്കിയ കവിതകളെന്ന് വിശേഷിപ്പിച്ചത്. എൻ വിജയമാഷ്. അതൊന്ന് ഓർത്തു വെക്കുക. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചെങ്കിൽ എൻ വിജയമാഷാണ്. അതുപോലെ അദ്ദേഹത്തിന് വൈലോപ്പിള്ളി കവിതകളെ മലയാളികളുടെ ശ്രീ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഡോക്ടർ എം ലീലാവതിയാണ്. മലയാള കവിതയിലെ യുഗപരിവർത്തനത്തിന് അരിശ്രീ കുറിച്ച കവിനാഥങ്ങളിൽ ശ്രീയാണ് അദ്ദേഹം എന്നാണ് ലീലാവതി ടീച്ചർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ജീവിതാവബോധത്തിൻ്റെ വെളിച്ചത്തിൽ കേരളീയ അനുഭവങ്ങളുടെ ആഴവും സങ്കീർണവുമായിട്ടുള്ള തലം ആവിഷ്കരിച്ച വൈലോപ്പിള്ളി നല്ല കനത്തിലും അതേപോലെ നല്ല ആഴത്തിലുള്ള നല്ല കാതലുള്ള കവിതകളാണ് രചിച്ചിട്ടുള്ളത്. അനാവശ്യമായ ഒരൊറ്റ പദം പോലും അദ്ദേഹത്തിൻ്റെ കവിതകൾ കാണാൻ പറ്റില്ല. ഊഞ്ഞാലെടുത്തു കഴിഞ്ഞാലും, കന്നിക്കൊയ്ത്ത് എടുത്തു കഴിഞ്ഞാലും, മകരപ്പൊയ്ത്ത് എടുത്തു കഴിഞ്ഞാലും, ആസാം പണിക്കാരെടുത്താലും, മാമ്പഴം എടുത്താലും, ഇനി വിഷുക്കണി എടുത്താലും അദ്ദേഹത്തിൻ്റെ ഏത് കവിതകളിലും കേരളീയമായിട്ടുള്ള ഭൂപ്രകൃതി ചിത്രീകരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കേരളീയമായ ജീവിത അനുഭവങ്ങൾ, കേരളീയമായ കർഷക ജീവിതങ്ങൾ. അപ്പോൾ കേരളീയമായ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് ആ കേരളത്തിൻ്റെ സൗന്ദര്യവും ഒക്കെ തൻ്റെ കവിതകളിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് വൈലോപ്പിള്ളി. സമകാലികനായിട്ടുള്ള ഇടപ്പള്ളി കയറിനെ കുടുക്കാക്കി ജീവിതത്തോട് വിട പറഞ്ഞ സമയത്ത് ഉയിരിൻ കൊലക്കുടുക്കാക്കാവൂ കയറിനെ ഉഴിഞ്ഞാലാക്കി തീർത്തതല്ലേ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ, ഉയിരിൻ്റെ കൊലക്കുടുക്കാക്കാവുന്ന കയറിനെ ഊഞ്ഞാലാക്കി തീർത്തിട്ടാണ് അദ്ദേഹം ജീവിതത്തോട് പോരടിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ മഹത്വത്തെ ഉയർത്തി കാണിച്ച, മനുഷ്യൻ്റെ മഹത്വത്തിൽ വിശ്വസിച്ച അദ്ദേഹം മനുഷ്യർക്ക്, അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഈ പറഞ്ഞ ഇച്ഛാശക്തിയെ, മഹത്വത്തെ
മനുഷ്യരെന്ന് പറയുന്നത് ഭൂമിക്ക് മേൽ ഇതര ജീവജാലങ്ങൾക്ക് മേൽ തൻ്റെ ഭൗതിക സൗകര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഈ പറയുന്ന ഭൂമിയിലുള്ള മറ്റ് സകലതിനെയും അതിന് മുകളിൽ അധികാരമുള്ള ഒരു സവിശേഷ ജീവിയാണെന്ന് കരുതിയ ഒരു വ്യക്തിയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നവോത്ഥാന ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപകമായി തീർന്നിട്ടുള്ള യൂറോപ്പ് കേന്ദ്രിതമായ മാനവികതാ സങ്കല്പത്തിൻ്റെ ആഖ്യാന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ കവിതകളൊക്കെ കാണുന്നത്. ആ ഒരു മാനവികതാ സങ്കല്പങ്ങളെ കേരളീയ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ കേരളീയ സാഹചര്യത്തിൽ നിർദ്ധാരണം ചെയ്യുക എന്ന് വൈലോപ്പിള്ളി എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കാതലെന്ന് പറയുന്നത് ഈ പറയുന്ന മനുഷ്യന് ഭൂമിയുടെയും പ്രകൃതിയുടെയും മേൽ ചില സവിശേഷ അധികാരങ്ങളുണ്ടെന്ന വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ കേന്ദ്രത്തിൽ വർത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ഭൂമിയെയും ഇതര ജീവജാലങ്ങളെയും എല്ലാം തൻ്റെ ഭൗതിക സൗകര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു അതിമാനുഷികനാണെന്നാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന മർത്യവീരമീ അർദ്രിയെ വെല്ലും, അതായത് ആവിവണ്ടിക്ക് മനുഷ്യ പുരോഗതിയുടെ ആവിവണ്ടിക്ക് ഊളിയിട്ടോടാൻ വേണ്ടിയിട്ട് മല തുറക്കുന്നതിനിടയിൽ പ്രാതികൂല്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ സമയത്ത് മർത്യവീരമീ അർദ്രിയെ വെല്ലുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് കൊണ്ടാണ് യുഗപരിവർത്തനം പോലുള്ള കവിതകൾ. അപ്പോൾ സാമ്രാജ്യത്വം ജന്മിത്വം അരങ്ങ് വാഴുന്നൊരു കാലത്ത് സാമൂഹികവും സാമുദായിക മാറ്റങ്ങൾക്ക് വേണ്ടി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്ത് ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്ന പ്രതീക്ഷാ നിർഭരമായ ഒരു കാലഘട്ടത്തിൽ 2 ലോഹമഹായുധങ്ങൾ സൃഷ്ടിച്ച പട്ടിണിയും അരക്ഷിതാവസ്ഥയും ദാരിദ്ര്യവും അശാന്തി വിതച്ച ഒരു കാലഘട്ടത്തിൽ ശ്രീ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ എഴുതി തുടങ്ങിയ വൈലോപ്പിള്ളിയുടെ കവിതകൾ അക്കാലത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കവിതകളാണ്. അദ്ദേഹം പറഞ്ഞ ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിന് വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഏത് നഗരത്തിൽ വളർന്നാലും ഏത് നഗരത്തിൽ ജനിച്ചാലും പുലർന്നാലും നമ്മുടെ ഗ്രാമം നമുക്ക് നൽകിയ നന്മയും വെളിച്ചവും സന്തോഷവും സമാധാനവും എല്ലായ്പ്പോഴും ഓർമ്മകളും എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ സമത്വ സുന്ദരമായ ഒരു ലോകവും സ്വപ്നം കണ്ട ഇന്നും പുരോഗമന പക്ഷത്ത് നിലയുറപ്പിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന് കാണാം. അപ്പോൾ അദ്ദേഹത്തെ കാച്ചിക്കുറുക്കിയ കവിത എന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളെ കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിച്ചത് എം.എൻ. ശ്രീധരനാണ്. അദ്ദേഹത്തെ മലയാള കവിതയിലെ ശ്രീ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ എം ലീലാവതി ടീച്ചറാണ്. അദ്ദേഹത്തിന് മലയാള കവികളിലെ ശ്രീ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന യാഥാർത്ഥ്യ ബോധത്തിലൂന്നിയ കവിതകളാണ് വൈലോപ്പിള്ളിയുടെ എന്ന് കാണാൻ പറ്റും. PM വാര്യർ എല്ലുറപ്പുള്ള കവിത എന്നാണ് കടൽക്കാക്കുകൾ എന്ന സമാഹാരത്തിൻ്റെ അവതാരികയിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ ഇതിന് 3 പോയിന്റ് ഇപ്പോൾ പറഞ്ഞു. ഒന്ന്, കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിച്ചത് എം ശ്രീധരനാണ്. എന്തോ വ്യത്യാസമുണ്ടാ കൃതികൾക്ക് വെറും പാല് പോലുള്ള കവിതകളല്ല കാച്ചിക്കുറുക്കിയ കവിത എന്ന് എം.എൻ. ശ്രീധരൻ വിജയമാഷി എം.എൻ. ശ്രീധരനല്ല, സോറി, അത് മാറിപ്പോകുന്നുണ്ട്. എം.എൻ. വിജയമാഷി വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിക്കുകയുണ്ടായി. കടൽക്കാക്കകൾ എന്ന സമാഹാരത്തിൽ എല്ലുറപ്പുള്ള കവിത എന്നാണ് PM വാര്യർ വിശേഷിപ്പിക്കുന്നത് വൈലോപ്പിള്ളി കവിതകളെ. അതൊക്കെ ഏത് കൃതിയിലാണെന്നും ഓർത്തു വെക്കണം. കടൽക്കാക്കകൾ എന്ന് പറയുന്ന സമാഹാരത്തിലാണ് എല്ലുറപ്പുള്ള കവിത എന്ന് PA വാര്യർ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ യുഗപരിവർത്തനത്തിന് മലയാള കവിതയിലെ യുഗപരിവർത്തനത്തിന് ഹരിശ്രീ കുറിച്ച കവിനാഥങ്ങളിൽ ശ്രീയാണ് അദ്ദേഹം എന്നാണ് ഡോക്ടർ ലീലാവതി അഭിപ്രായപ്പെടുന്നത്. M.M. വിജയമാഷ് ഇവരുടെ കാച്ചിക്കുറുക്കിയ കവിത എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വൈലോപ്പിള്ളി കവിതകളെ മനഃശാസ്ത്രപരമായിട്ട് നിരൂപണം ചെയ്ത ഒരു കവി കൂടിയാണ്. ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്ര നിരൂപണത്തിൻ്റെ മുൻനിർത്തിക്കൊണ്ട് നിരൂപണം ചെയ്തൊരു കവി കൂടിയാണ് വിജയമാഷ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ വൈലോപ്പിള്ളി കവിതകളിൽ ശാസ്ത്രബോധവും ചരിത്രബോധവും സൗന്ദര്യബോധവും ഉൾച്ചേർന്നായിട്ട് കാണാൻ പറ്റും. ഈ പറയുന്ന യുഗപരിവർത്തനം പോലുള്ള കവിതകൾ എടുത്തു കഴിഞ്ഞാലൊക്കെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ശാസ്ത്രത്തെക്കുറിച്ചൊരു ബോധമുണ്ട്. കേവലം ഈ പറഞ്ഞ കാൽപ്പനികത മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കവിതകളിൽ. സൗന്ദര്യബോധമുണ്ട്, ചരിത്രത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്, ശാസ്ത്രത്തെക്കുറിച്ചുള്ള ബോധം അദ്ദേഹത്തിൻ്റെ കവിതകൾ കാണാൻ പറ്റും. ആ വിജിഹിഷു മൃത്യുവിനാമോ ജീവിതത്തിൻ്റെ കൊടിപ്പഴം താഴ്ത്താൻ എന്ന് പാടിയൊരു വ്യക്തിയാണ് വൈലോപ്പിള്ളി എന്ന് പറയുന്നത്. ജീവിതത്തിന് മൃത്യുവിന് പോലും ജീവിതത്തിൻ്റെ അനശ്വരത, മാനവികതയുടെ അനശ്വരത താഴ്ത്താൻ പറ്റില്ല, അതിൻ്റെ ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്താൻ പറ്റില്ല എന്ന് പാടിയ കവിയാണ്. അപ്പം മാനവികതയെ ഉയർത്തിപ്പിടിച്ച അദ്ദേഹം മനുഷ്യരിലാണ് വിശ്വസിക്കുന്നത്, മനുഷ്യൻ്റെ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്, മനുഷ്യൻ്റെ ശേഷിയിലാണ് വിശ്വസിക്കുന്നത്. ജീവിതത്തിൻ്റെ കയ്പും മധുരവും ഒരേപോലെ തിരിച്ചറിഞ്ഞ അദ്ദേഹം സാധാരണ മനുഷ്യൻ്റെ അനുഭവങ്ങൾക്ക് കവിതയിൽ പുതിയ മാനം നൽകി. അല്ലെ, അങ്കണത്തൈമാവിൽ നിന്ന്
വീണ ആദ്യത്തെ മാമ്പഴം കണ്ട് അമ്മയുടെ കണ്ണിൽ മാത്രമല്ല കവിത വായിച്ച എല്ലാവരുടെയും ഉള്ളിലും കണ്ണുനീർ നിറഞ്ഞു. എന്നാൽ മാമ്പഴം എന്ന കവിത ഒരു ജനകീയ കാവ്യമായിരിക്കെ തന്നെ അതിൻ്റെ ആന്തരിക സത്തകൾ ഗഹനമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ എം വിജയൻ മാഷ് ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ മാമ്പഴം എന്ന കവിത പഠിച്ച സമയത്ത് അദ്ദേഹം പറയുന്ന നിഗമനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞ ആ കുട്ടി മരിക്കുന്നില്ല, മറിച്ച് എന്താണ്, അമ്മ ദേഷ്യപ്പെട്ടു, അതൊക്കെ നടന്നു, അമ്മ ദേഷ്യപ്പെട്ട് അമ്മ പോയി. അപ്പോൾ കുട്ടി ഈ മാവിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ചുവട്ടിൽ നിന്നുകൊണ്ട് ആലോചിക്കുകയാണ്, എന്താണ്, ഞാനിനി മരണപ്പെട്ട് കഴിഞ്ഞ സമയത്ത് ഈ മാവിൽ മാങ്ങകൾ ഉണ്ടായി, അപ്പോൾ അമ്മ എങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ അമ്മക്ക് എത്രത്തോളം സങ്കടം വരും. അങ്ങനെ ഈ അമ്മക്ക് സങ്കടം വന്നു, അമ്മ കരയുന്നു എന്ന് സങ്കല്പിച്ച് കുട്ടി സ്വയം സമാധാനം തേടുന്ന ഒരു രീതിയാണ് ഈ കവിതയ്ക്കകത്ത് ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രം ഊഞ്ഞാൽ എന്ന കവിതയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ കവിതയിൽ ആനൽ ഇറോട്ടിസം എന്നൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞതും ഈ പറയുന്ന ഈ വിജയ മാഷ് തന്നെയാണ്. ആനൽ ഇറോട്ടിക് ഒരു കൺസെപ്റ്റ് ഇദ്ദേഹത്തിൻ്റെ കവിതകൾ, പ്രത്യേകിച്ച് ഊഞ്ഞാൽ പോലുള്ള കവിതകളും പിന്നെ മുതലായ കവിതകൾ, കുടിയൊഴിക്കൽ പോലുള്ള കവിതകൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആനൽ ഇറോട്ടിസം ഉണ്ടെന്ന്. അപ്പോൾ വിപ്ലവത്തിൻ്റെ സർഗാത്മകതയും പിന്നെ സംഹാരാത്മകതയും കണ്ട കവിയാണ് വൈലോപ്പിള്ളി എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം ലീലാവതിയാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ പറയുന്നതൊക്കെ. വിപ്ലവത്തിൻ്റെ സർഗാത്മകതയും സംഹാരാത്മകതയും കണ്ട കവിയാണ് വൈലോപ്പിള്ളി എന്നാണ് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഈ വൈലോപ്പിള്ളി എഴുതുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ കാൽപ്പനികത ശക്തിപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ കാൽപ്പനികത ശക്തിപ്പെട്ട ഒരു കാലത്ത് നിന്ന് കാൽപ്പനികത പതുക്കെ റിയലിസത്തിലേക്ക് ചൂടുവെക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ ക്ലാസിക് ചിന്താഗതിയിൽ നിന്നും മാറി കാൽപ്പനികതയിലും റിയലിസത്തിലും ഊന്നിയിട്ടാണ് വൈലോപ്പിള്ളിയുടെ കാവ്യ പ്രതിഭ വികസിച്ചു വന്നത്. അപ്പോൾ ആധുനിക മലയാള കവിതയിലെ റൊമാൻറ്റിസം, റിയലിസം പ്രസ്ഥാനങ്ങളുടെ സംക്രമ പുരുഷനായി നിൽക്കുന്ന കവിയായിട്ടാണ് നിരൂപകർ വൈലോപ്പിള്ളിയെ വിശേഷിപ്പിക്കുന്നത്. കാൽപ്പനികതയിലും ഈ പറയുന്ന യഥാർത്ഥ അല്ലെങ്കിൽ റിയലിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ പിന്നെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും മിക്സ് ചെയ്ത് അല്ലെങ്കിൽ സംക്രമിപ്പിച്ച, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തിച്ച ഒരു യുഗപുരുഷനായിട്ടാണ് വൈലോപ്പിള്ളിയെ നിരൂപകന്മാർ വിലയിരുത്തുന്നത് കാണാൻ പറ്റും. അപ്പോൾ റൊമാൻറ്റിസത്തിൻ്റെ ചായക്കൂട്ട് കൊണ്ട് തൻ്റെ കവിതകൾ വർണ്ണശബളമാക്കുന്നതിനേക്കാൾ ജീവിതത്തിൻ്റെ പരുവരുത്ത യാഥാർത്ഥ്യങ്ങളെ ഭാവസുന്ദരമായി അവതരിപ്പിക്കുന്നതിനാണ് വൈലോപ്പിള്ളി കൂടുതൽ ശ്രദ്ധ ജലിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഈ പറഞ്ഞ ഈ കാൽപ്പനികതയുടെ കാലത്ത് എഴുതുമ്പോൾ വെറും നിറം പിടിപ്പിച്ചിട്ടുള്ള റൊമാൻറ്റിക് കവിതകളല്ല എഴുതിയത്, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ എന്നാൽ അതിനെ ഭാവസുന്ദരമായിട്ട് ആവിഷ്കരിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത്. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ അതേപടി ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് വിരസമാകും. അപ്പോൾ അത്തരം വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടി കാൽപ്പനികതയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു സമന്വയത്തിലൂടെ തൻ്റെ കവിതകൾക്ക് ചന്തവും കരുത്തും പകരാൻ വൈലോപ്പിള്ളി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ചങ്ങമ്പുഴയുടെയും ഇടപ്പള്ളിയുടെയും കാൽപ്പനിക കവിതകൾ മലയാള സാഹിത്യത്തിൽ വെന്നിക്കൊടി പാറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു പാത വെട്ടി തെളിക്കുവാനാണ് വൈലോപ്പിള്ളി ഉദ്യമിച്ചത് നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ള കവികൾ ഇപ്പോൾ ഇടപ്പള്ളി ആയിക്കഴിഞ്ഞാലും ചങ്ങമ്പുഴ ആയിക്കഴിഞ്ഞാലും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കാൾ ഉപരി അവരെന്ത് ചെയ്തു, അവർ ഈ കാൽപ്പനികമായ ലോകത്തെ അഭിരമിച്ചിരുന്ന് ഈ ലോകം ശരിയല്ല, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തെ പൂർണ്ണമായിട്ട്, ഈ ലോകത്തിലെ നിയമങ്ങളെ പൂർണ്ണമായി നിരാകരിച്ചു കൊണ്ടുള്ളൊരു മനോഭാവമാണ് വെച്ച് പുലർത്തിയത്. അവർ മരണത്തിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട്. അത് ഇടപ്പള്ളി സ്വന്തം മരണത്തിലൂടെ കാണിച്ചു കൊടുത്തു, ചങ്ങമ്പുഴ കവിതകളിലൂടെ കാണിച്ചു കൊടുത്തു. എന്നാൽ അതേ ഒരു കാലഘട്ടത്തിൽ സമകാലികനായ വൈലോപ്പിള്ളി ആവട്ടെ അതിൽ നിന്ന് വേറിട്ട ഒരു പാത വെട്ടിത്തെളിച്ച കവിയാണെന്ന് കാണാൻ വേണ്ടി പറ്റും. ഇടശ്ശേരിയും അതുപോലെ ജി ശങ്കരക്കുറുപ്പും എൻ വി കൃഷ്ണവാര്യരും പി കുഞ്ഞിരാമൻ നായരും തുടങ്ങിയ കവികൾ അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നൈരന്ത്യമാണ് വൈലോപ്പിള്ളിയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തലമുറയുടെ പ്രതിനിധികളായിട്ട് കവിതകൾ അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ ഇന്ന് വിതക്കുന്ന വിത്ത് ലോകത്തെ ആദ്യം നട്ട വിത്തിൻ്റെ തുടർച്ചയാണ്. ഇവിടുത്തെ നാളത്തെ പാട്ട് ഇന്നിൻ്റെ പാട്ടിൻ്റെ തുടർച്ചയാണ്. അതുപോലെ തന്നെ മനുഷ്യരും സകല ദുരിതങ്ങളും അതിജീവിച്ച് പരാജയപ്പെട്ടും വിജയിച്ചുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കവി പ്രത്യാശിക്കുന്നത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകൾ, ഈ ആദ്യകാലത്തെ കവിതകൾ ഈ ഒരു സ്വഭാവം വെച്ചാൽ മനുഷ്യൻ്റെ വിജയത്തെക്കുറിച്ച്, മനുഷ്യൻ വിജയിക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കരുത്തിനെ കുറിച്ചുള്ള, മനുഷ്യൻ്റെ സാഹസികതയെ കുറിച്ചുള്ള, അല്ലെങ്കിൽ പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറുന്ന മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ഈ പറയുന്ന ഈ കവിയിൽ ആദ്യമായിട്ടുണ്ടായിട്ടുണ്ട്. മനുഷ്യരുടെ കർമ്മശേഷിയുടെയും ലോകത്തെ മാറ്റിപ്പണിയാനുള്ള ഇച്ഛയുടെയും മഹത്വാകാംക്ഷയുടെയും ഒക്കെ ഇഴകളിൽ കലർന്ന ഒരു കാഴ്ചപ്പാടാണ് വൈലോപ്പിള്ളി ആദ്യം
പുലർത്തിയെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പിന്നീട് ഈ പറയുന്ന മനുഷ്യരുടെ കരുത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പിന്നീട് വരുന്ന കവിതകളിൽ അവസാന കാലത്ത് വരുന്ന കവിതകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആ ഒരു ചെറിയൊരു അതിൽ മാറ്റം വരുന്നുണ്ട്. കാരണം പ്രകൃതിക്ക് മേൽ മനുഷ്യൻ നടത്തിയിട്ടുള്ള ചൂഷണങ്ങൾ കാര്യമായിട്ട് സ്വാധീനിക്കാൻ തുടങ്ങിയ സമയത്ത്, പരിസ്ഥിതിയെയും മനുഷ്യ ജീവിതത്തെയും തന്നെ കാര്യമായിട്ട് സ്വാധീനിക്കാൻ തുടങ്ങിയ സമയത്ത് ആ കാഴ്ചപ്പാടിൽ വൈലോപ്പിള്ളി മാറ്റം വരുത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ദുഃഖത്തിൻ്റെ എല്ലാ പായൽ കറുപ്പിന് മുകളിൽ മനോവെളിച്ചത്തിൻ്റെ നെല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതായിട്ട് വൈലോപ്പിള്ളി കരുതുന്നുണ്ട്. സമത്വസുന്ദരമായിട്ടുള്ള ലോകം സ്വപ്നം കാണുന്ന ഓണവുമായിട്ട് ബന്ധപ്പെട്ട പുരാവൃത്തം വൈലോപ്പിള്ളി ഏറെ സ്വാധീനിച്ചൊരു മിത്താണ്. അപ്പോൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുരാവൃത്തമാണ് അദ്ദേഹത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിത്ത് എന്ന് പറയുന്നത്, അല്ലേ? ഓണം എന്ന് പറയുന്നത് എന്താണ്? സമത്വസുന്ദരമായ ഒരു കാലഘട്ടത്തെ ഭരിച്ച, അല്ല ഒരു രാജ്യത്ത്, ആ ഒരു സമത്വസുന്ദരമായ ഒരു രാജ്യത്തെ, കള്ളവും ചതിയുമില്ലാത്ത, പൊള്ളത്തരങ്ങളില്ലാത്ത മനുഷ്യന്മാരെല്ലാം ഒന്നായിരുന്ന ഒരു കാലം, ഒരു കേരളത്തെ നയിച്ച മഹാബലിയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ഒരു പുരാവൃത്തത്തെ അല്ലെങ്കിൽ ആ ഒരു മിത്ത് വൈലോപ്പിള്ളി ഏറെ സ്വാധീനിച്ച ഒന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ കവിതകളിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പറയുന്ന കാര്യം. അപ്പോൾ കേരളീയ ഗ്രാമജീവിതം വൈലോപ്പിള്ളിയുടെ ഇഷ്ട വിഷയങ്ങളൊന്നായിട്ടെന്ന് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഏത് കവിത എടുത്തു കഴിഞ്ഞാലും കൊയ്ത്തും മെതിയും നാട്ടും പുറവും കാവ്യെ ഏറെ പ്രചോദിപ്പിച്ചു എന്ന് കാണാൻ വേണ്ടി പറ്റും. അത് ഏത് കവിത, ഇപ്പോൾ ഊഞ്ഞാലെന്ന കവിത എടുത്താലും ഒരു വെറ്റില 100 തേച്ചു നീ തന്നാലും ഈ തിരുവാതിരാവ് താമ്പൂലപ്രിയയല്ലോ മഞ്ഞിനാൽ ചൂളിയിടിലും മധുരം ചിരിക്കുന്നു മഞ്ഞിടം നമുക്കും നര ചൂഴും ചിരിക്കുക മാമ്പൂവിൻ നിശ്വാസമേറ്റോർമ്മകൾ മുരളുമ്പോൾ നാം പോകുകയല്ലേ ഈ ജീവിത മധുമാസം എന്ന് പറഞ്ഞ് ഭാര്യയുമായിട്ട് പിണങ്ങിയിരിക്കുമ്പോൾ എഴുതുന്നൊരു കവിതയാണ്. ആ കവിതയിൽ പോലും 30 വർഷത്തിന് ശേഷം നിനക്കും വയസ്സാവും, അന്ന് നമ്മൾ വീട്ടുമുറ്റത്തുള്ള മാവിൻ്റെ ചോട്ടിൽ ഊഞ്ഞാല് കെട്ടിയാടും, അന്ന് നമുക്ക് കൊച്ചുമക്കളൊക്കെ നമ്മളെ ചുറ്റും വന്ന് ഇരിക്കും എന്ന രീതിയിൽ ഈ പറയുന്ന കർഷക സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന ഗ്രാമ സംസ്കാരം, കേരളീയ സംസ്കാരവും തിരുവാതിരയാവും ഊഞ്ഞാലും ആഘോഷങ്ങളൊക്കെ കലർത്തിയിട്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ കേരളീയ ഗ്രാമജീവിതം അദ്ദേഹം കവിതയിൽ കൊണ്ടുവരുന്നുണ്ട്. കന്നിക്കൊയ്ത്തിലും മകരക്കൊയ്ത്തിലും ആസാമണിക്കാരിലും ഒക്കെ ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രകൃതിയുടെ കേവല സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന മറ്റുള്ള കവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രകൃതിയും മനുഷ്യനും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമഗ്ര സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരൻ എന്ന് പറയുന്നത്. ആ വിഷുക്കണി എന്ന കവിത എടുത്തു കഴിഞ്ഞാൽ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും അതുപോലെ നന്മയുമാണ് കവി വരച്ചിടുന്നത് എന്നുകൂടി കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കന്നിക്കൊയ്ത്ത് എന്ന ആദ്യ കവിതാ സമാഹാരം, അപ്പോൾ അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ആദ്യത്തെ കവിതാ സമാഹാരം എന്ന് ഇത് ചോദിച്ചാൽ കന്നിക്കൊയ്ത്താണ്. ആ കൃതിക്ക് മദ്രാസ് ഗവൺമെൻറ് അവാർഡ് ലഭിച്ചു. കുടിയൊഴിക്കൽ എന്ന കൃതിക്ക് 1969 സോവിയറ്റ് ലാൻഡ് പുരസ്കാരം ലഭിച്ചു. ശ്രദ്ധിക്കണം, ഈ പറയുന്ന കാൽപ്പനിക കവി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഈ പറയുന്ന നവോത്ഥാനപരമായ ചിന്തകൾ വെച്ച് പുലർത്തുന്നുണ്ട്. കുടിയൊഴിക്കൽ എന്ന് പറയുന്ന കവിത നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ഒരു ജന്മിയുടെ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ജന്മിത്ത വ്യവസ്ഥയ്ക്കെതിരെ പോരടിക്കുന്ന കാഴ്ചയാണ് കുടിയൊഴിക്കൽ എന്ന കവിതയിൽ കാണുന്നത്. ഓടക്കുഴൽ പുരസ്കാരം വീട എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് കൈപ്പവലിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. ഇത്തരത്തിൽ അതിൻ്റെ കൃതികൾ കൂടി ഒന്ന് നോക്കണം. എന്താണ്? ശ്രീരേഖ, കുടിയൊഴിക്കൽ, ഓണപ്പാട്ടുകാർ, കുന്നിമണികൾ, വിത്തും കൈക്കോട്ടും, കടൽക്കാക്കകൾ, കൈപ്പവല്ലരി, മകരക്കൊയ്ത്ത്, യുഗപരിവർത്തനം, കണ്ണീർപ്പാടം, കന്നിക്കൊയ്ത്ത്, കുരുവികൾ, അന്തി ചായുന്നു, കൃഷ്ണമൃഗങ്ങൾ, പച്ചക്കുതിര, മുകുളമാല, വിട, മിന്നാമിന്നി എന്നീ കവിതാ സമാഹാരങ്ങൾ, ഗൃഷ്യശൃംഖനും അലക്സാണ്ടർ എന്ന നാടകം, കാവ്യലോക സ്മരണകൾ എന്ന ഓർമ്മക്കുറിപ്പ് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇത് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എവിടെ നിന്നും ചോദ്യം ചോദിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെ നിന്നും ചോദ്യം ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ആദ്യകാല കവിതകളിൽ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെയും ഒക്കെ പുകഴ്ത്തിപ്പാടുന്ന കവി നഗരവൽക്കരണം പ്രകൃതിയുടെ സ്വാഭാവികതയെ മുടിപ്പിച്ച് നഗരങ്ങൾ ഗ്രാമങ്ങളെ വിഴുങ്ങി എച്ചിൽ പറമ്പുകളാക്കി മാറ്റിയ സമയത്ത് എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ വൈലോപ്പിള്ളി നേർത്ത രേഖകളിൽ ആ ഒരു പ്രശ്നത്തെ വരച്ചിടുന്നുണ്ട്. കാരണം അദ്ദേഹം കൊച്ചി നഗരം ഇടപ്പള്ളി എന്ന സമീപ ഗ്രാമത്തിൻ്റെ വിഴുങ്ങുന്നതിൻ്റെ ഒരു ചിത്രം അദ്ദേഹത്തിനെ ഭീതിപ്പെടുത്തി. കാരണം അദ്ദേഹം ഇടപ്പള്ളിക്കടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ കൊച്ചി ഒരു വലിയ നഗരമായി മാറുന്ന സമയത്ത് ഇടപ്പള്ളി എന്നൊരു തൊട്ടടുത്തൊരു ഗ്രാമമുണ്ട്. ഇന്നൊരു ഗ്രാമമൊന്നുമല്ല, ആ ഒരു സമീപ ഗ്രാമത്തെ വിഴുങ്ങുന്നതിൻ്റെ 6 പതിറ്റാണ്ട് മുമ്പുള്ളൊരു ചിത്രം അദ്ദേഹം നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്: ശരിയാണ് അവിടത്തിൽ തെങ്ങുനെല്ലുകൾ പിരിയാതെ ഐശ്വര്യത്തിൽ മത്സരിക്കുന്നുണ്ടെന്നും കുറച്ചു വെൺമാടത്തിൽ വിരിവു സൗഭാഗ്യങ്ങൾ കുളത്തിൽ ചെന്താമര കളത്തിൽ മാടപ്രാവും എങ്കിലും ആ സത്യത്തിൽ കണ്ണുകുത്തുവാൻ കൂർത്തരൻ തൂലികയെല്ലാം വരച്ചു കാട്ടട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നഗരവൽക്കരണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന അനിവാര്യമായ മാലിനീകരണം ആന്തരിക ജീവിതത്തെയും സ്പർശിക്കുന്നതിനെ കുറിച്ചിട്ടും, അപ്പോൾ ഈ മനുഷ്യൻ
സമൃദ്ധവും മെച്ചവുമായ ഭൗതിക ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പരിവർത്തനങ്ങൾ സ്വാഗതം ചെയ്യുമ്പോഴും അതിൻ്റെ അപരതലത്തിൽ രൂപപ്പെടുന്ന ജീർണതകളെ കുറിച്ചിട്ടും മാലിന്യങ്ങളും ഇടർച്ചകളും വേദനകളും കവി കാണാതിരിക്കുന്നില്ല. അതൊക്കെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. അതുകൊണ്ടാണ് ഈ യുഗപരിവർത്തനത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ ലഹളയിൽ സ്വൈര്യ ജീവിത ഗീതത്തിൻ്റെ താളവും ലയവും പോയി നമ്മൾ അമ്പരന്നാലും. അപ്പം ഈ ഒരു ശുഭദർശനശീലം യുഗപരിവർത്തനത്തിൽ കവി ഉപേക്ഷിക്കുന്നില്ല. ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ഈ പറയുന്ന മാനവികതാബോധം പകർന്ന മനുഷ്യശക്തിയിൽ കവി വിശ്വസിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതേസമയത്ത് വികസനത്തിൻ്റെ പേരിൽ പ്രകൃതി ധ്വംസനത്തെ കവി അപ്പാടെ പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചെങ്കിൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിന് അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുഖവുരയിലേക്ക് പോകാം. ഇതൊരു മുഖവുരയാണ്. കവിതയെക്കുറിച്ച് നമുക്ക് കവിതയിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു മുഖവുര മാത്രമാണ് ഇത്ര സമയം നമ്മൾ പറഞ്ഞത്. അപ്പോൾ കവിയെക്കുറിച്ചുള്ള കവിയുടെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ, കൃതികൾ, അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് വൈലോപ്പിള്ളിയുടെ ഈ പറഞ്ഞ വിഷുക്കണിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ, അതായത് എസ്സേ ടൈപ്പെല്ലാം വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാം. നിങ്ങൾക്ക് കവിത നോക്കിയിട്ട് കവിതയുടെ ആശയത്തിലേക്ക് കടക്കാം. കവിത വിഷുക്കണി. രചന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. നീളമേറുന്നു ചൂടും നിതാരാ ദിനങ്ങൾക്ക്, ചൂളയിൽ നിന്നെന്ന പോലടിക്കും പൊടിക്കാറ്റിൽ നീരി വേർത്തിമിതാണു കാണുകയാവാം ഭദ്രേ, നീ പകൽക്കിനാവ് പൂഞ്ചോലകൾ വനങ്ങളും, അതു നല്ലത് പക്ഷെ വിഹരിപ്പതീ വെയിലിൽ പുതുവേട്ടാളൻ കുഞ്ഞുപോലെയൻ കുട്ടിക്കാലം, വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൽ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ എന്നാണ് ഈ ആദ്യ ഭാഗത്ത് വരുന്നത്. വേനൽക്കാലമാണ്, പകലിന് നീളമേറിയും ചൂട് കൂടിയും ക്ലേശിപ്പിക്കുന്ന ഒരു കാലമാണ്. ഇതൊരു വിഷുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കവുമായിട്ടുള്ള നന്മ നിറഞ്ഞൊരു ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വേനൽക്കാലത്താണ് നിതാര എന്ന് പറഞ്ഞാൽ ഏറ്റവും നിക്ഷേപമായിട്ട് മുഴുവൻ തുടർച്ചയായിട്ടെന്നാണ് അർത്ഥം. പകലിന് നീളമേറിയും ചൂട് കൂടിയും ക്ലേശിപ്പിക്കുന്നൊരു കാലമാണ്. തീച്ചൂളയിൽ നിന്നാണോ കാറ്റ് വീശുന്നതെന്ന് തോന്നിപ്പോവും. അപ്പോൾ വേനൽ ചൂടിൻ്റെ ആളലിന് കനം കുറയ്ക്കാനായിട്ട് കുളിർമയുള്ള സ്വപ്നങ്ങൾ കാണുന്ന പകൽ, പൊടി നിറഞ്ഞ കാറ്റിൽ നീറി വിയർത്ത് കണ്ണുകൾ തളർന്ന് പകൽക്കിനാവ് കാണുകയാവാൻ നീ എന്നാണ് പറയുന്നത്. അതുപോലെ പൂഞ്ചോലകളും കാടുകളും. എന്നാൽ ഇപ്പോൾ ഉണ്ടായ വേട്ടാളം കുഞ്ഞിനെ പോലെ ആവരണമില്ലാതെ ഈ വെയിലിൽ വിഹരിക്കുകയാണ് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു മേടമാസത്തിലുള്ള വിഷുക്കാലം എന്ന് പറയുന്നത് നമുക്ക് അവധിയുടെ കാലമാണ്. അപ്പോൾ ഈ ഒരു കാലം അതിനോടനുബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വേനൽക്കാലത്ത് വന്ന നല്ല വെയിലുണ്ടെന്ന് നമ്മൾ നോക്കൂല, നമ്മളെന്ത് കളിക്കാൻ പോകും. അപ്പോൾ വേട്ടാളം കുഞ്ഞിനെ പോലെ ആവരണമില്ലാതെ ഞാൻ ഈ വെയിലിൽ കുട്ടിക്കാലത്ത് വിഹരിക്കുകയായിരുന്നു എന്നാണ് കവി പറയുന്നത്. അടുത്ത, കൂട്ടുകാരോട് കൂടി പാഞ്ഞെത്തി പെറുക്കുന്ന നാട്ടുമാമ്പഴങ്ങൾ തൻ ഭിന്നമാ സ്വാദും, വയലിൻ കച്ചിപ്പുക മണവും, സ്വർഗത്തിലേക്കുയരും വെൺമുത്തപ്പത്താടിതൻ ചാഞ്ചാട്ടവും, കശുവണ്ടിതൻ കൊച്ചു കോമാളിച്ചിരിയും, കൺമഷി ചിന്നിയ കുന്നിമണിതൻ മന്ദാക്ഷവും, കടലിൻ മാറത്തു നിന്നുയരും കാറ്റിൽ, തെങ്ങിൻ മടലിൽ പച്ചോലകൾ കല്ലോലമിളകുമ്പോൾ, വെട്ടിയ കുളങ്ങൾ തൻ പഞ്ചാര മണൽത്തിട്ടിൽ വെട്ടവും നിഴലും ചേർനിഴലും നൃത്തങ്ങളും ഞാൻ അനുഭവിക്കുകയാണ് ഓർമ്മയിൽ ചുടുവെയിലിൽ, സാനന്ദം കളിച്ചാർക്കും തോഴർത്തൻ എന്നായിരിക്കും, അത് ചില അക്ഷരതെറ്റുകളുണ്ട്. തോഴർത്തൻ ഘോഷങ്ങളും തേക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പോക്കും നാടൻ ചക്കിൽ സന്നിഗ്ധമാ ഞരക്കവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്താണ്, പണ്ട് കുട്ടിക്കാലത്ത് കൂട്ടുകാരടുത്ത് ഈ നീണ്ട വേനൽക്കാലത്ത് താൻ ഉല്ലസിച്ചത് കവിയുടെ ഓർമ്മകളിൽ ഇപ്പോഴും ഉല്ലാസം ഉണർത്തുന്നുണ്ട്. അതീവ മധുരവും രുചികരവുമായ നാട്ടുമാമ്പഴങ്ങൾ ഓടിപ്പാഞ്ഞ് പെറുക്കിയത്, വലിൽ കത്തിയുണ്ടാക്കുന്ന പുകമണം, നല്ല വെളുത്ത അപ്പുപ്പൻ താടിയുടെ പറക്കൽ, കശുവണ്ടി പിളർന്നെടുക്കുമ്പോൾ കിട്ടുന്ന പരിപ്പിൻ്റെ കോമാളിച്ചിരി, കുന്നിക്കുരുമണിയുടെ കണ്ണേറും, കടൽക്കാറ്റിൽ തെങ്ങോലകൾ വീശിയുണ്ടാകുന്ന അലകൾ, നിഴലും വെളിച്ചവും ഇഴപാകുന്ന കുളങ്ങളും, കവിയുടെ ഓർമ്മകൾ ഓരോന്നായിട്ട് ഇതിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെയിലിൽ തൻ്റെ ചങ്ങാതിമാരോടൊത്ത് കൂട്ടം കൂടി ആർത്തു രസിച്ചതും, തേക്ക് പാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം തേകുന്ന സമയത്ത് പണ്ട് ഈ പറയുന്ന ചക്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം തേവും അല്ലെ, വയലുകളിലൊക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയലുകളിലേക്കൊക്കെ വെള്ളം തേവുന്നത് ഈ പറഞ്ഞ എന്താണ് നമ്മളെ ഈ പറയുന്ന ചക്രം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ചക്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവർ ചക്രം ചവിട്ടുന്ന സമയത്ത് ശരീരത്തിന് ക്ഷീണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്,
തേക്ക് പാട്ട് പാടുന്നത്. അപ്പോൾ തേക്ക് പാട്ടും അമ്മമാരുടെ നേരം പോക്ക് പറച്ചിലും എണ്ണയാട്ടുന്ന ചക്കെന്ന് എണ്ണയാട്ടുന്ന ഉപകരണമാണ്. എണ്ണയാട്ടുന്ന ചക്കിൻ്റെ ഞരക്കവും ശബ്ദവും ഒക്കെ കൂടി ഒരു ഉല്ലാസമായ ഒരു അന്തരീക്ഷമായിരുന്നു പണ്ട് വേനൽക്കാലം എന്ന് പറയുന്നത്. ഇങ്ങനെ കുട്ടിക്കാല ഓർമ്മകളിലൂടെ കവി വിഷുക്കാലത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന അവധിക്കാലത്ത് കുട്ടികൾ സുഹൃത്തുക്കൾ ഒരുമിച്ചിട്ട് ഉല്ലസിച്ചതും അന്നത്തെ മാമ്പഴങ്ങൾ പറക്കി പിന്നെ കളിച്ചതും അങ്ങനെ ഈ പറയുന്ന ആ ഒരു കാലഘട്ടം സമ്മാനിച്ച ഈ പറയുന്ന മനോഹരമായ പല അനുഭവങ്ങളെ കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് എന്താണ്, ആ വെളിച്ചത്തിനൻ നോമന മകളെ കണിക്കൊന്ന പൂവണി പൊന്മേടമേ നല്ല അധ്യായത്തിൻ്റെ ദേവതേ സുരോഷ്ണത്തെ തൂനിഴലഴികളിൽ കേവലം തടവിൽ ചേർത്തുഗ്രവേനലിനെയും എൻ്റെ ഈ മലനാട്ടിൽ ഉത്സവക്കൊടിക്കീഴിൽ ചെണ്ട കൊട്ടിക്കും നിന്റെ ചാതുര്യം മെന്തോടേന്തു മഴയെ മുകഴ്ത്തട്ടെ മണ്ടൂകം മാവിൻ ചുനമണക്കും മേടത്തിൻ്റെ മടിയിൽ പിറന്ന ഞാൻ സ്വർഗവാതിൽ പക്ഷിയോടൊപ്പമേ വാഴ്ത്തിപ്പാടും മുഗ്ദളം മലനാടും വേനലിനാപദാനം പിന്നെയും ഒന്നുണ്ട് പണ്ടൊരു വേനലിനച്ഛൻ കണ്ണട വീടെല്ലാം പകലുമിരുണ്ടപ്പോൾ വന്നു ഞാൻ ഭദ്രയെ കണി കാണാത്ത കൗമാരത്തിൻ ഖിന്നതയോടെ വിഷുനാളിൽ തറവാട്ടിൽ അപ്പുറത്തുത്സാഹത്തിലാണു നിന്നേട്ടൻ ഞാനോ നിഷ്ഫലമെന്തേ വായിച്ചുമ്മറത്തിരിക്കവേ മിണ്ടാതെ ആരോ വന്നെൻ കൺമിഴി പൊത്തിക്കണിക്കാട്ടാലും എന്നോതി ഞാൻ പകച്ചു നോക്കുന്നേരം എന്തൊരത്ഭുതം കൊന്നപ്പൂക്കുല വാരിച്ചാർത്തി സുന്ദര മന്ദസ്മിതം തൂകി നിൽക്കുന്നു നീയൻ മുന്നിൽ ലോലമായ വിളർത്ത ഒന്നുമറിയാത്തൊരു കുരുത്തോല പോലെഴും പെണ്ണിനിത്രമേൽ കുറുമ്പെന്നോ പരിഹാസമോ കൊള്ളാമെന്നു ഞാൻ ചോദിക്കേ താപത്തിനാഴം പെട്ടെന്നു മനസ്സിലായി ബാഷ്പസങ്കുലമായി കൺകളോട് അയ്യോ മാപ്പെന്നപരി മൃദുപാണി നീയൻ കയ്യിൽ ചേർക്കേ ആ വിഷുക്കണി കണ്ടു കൈനീട്ടം മേടിച്ചുമെൻ ജീവിതം മുൻ കാണാത്ത ഭാഗ്യത്തെയല്ലോ നേടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മേടമാസം എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ മകളാണ്. മേടമാസം വെളിച്ചത്തിൻ്റെ മകളാണ്. കണിക്കൊന്നയുടെ മേൽച്ചാർത്തണിഞ്ഞെത്തുന്ന മേടമാസം മാനവർക്ക് സമൃദ്ധിയുടെ കണിയാണ് നൽകുന്നത്, അല്ലേ? മനുഷ്യന്മാർക്ക് ഒരു വർഷത്തേക്കുള്ള സമൃദ്ധിയുടെ കണിയാണ് മേടമാസം നൽകുന്നത്. വിഷുദേവത സൂര്യൻ്റെ ചൂടിനെ നിഴലുകളാക്കുന്ന തടവിലിട്ട് ഉത്സവത്തിൻ്റെ കൊടിക്കീഴിൽ ചെണ്ട കൊട്ടിക്കുകയാണെന്ന് കവി ആശ്ചര്യപ്പെടുന്നുണ്ട്. തവളകൾ മഴയെ പുകഴ്ത്തട്ടെ, മാവിൻ്റെ ചുനമണക്കുന്ന മേടമാസത്തിൽ പിറന്ന എനിക്ക് വേനലിനെ പറ്റി പാടുന്നതാണ് ഏറെ അഭികാമ്യം എന്ന് കവി പറയുന്നുണ്ട്. പണ്ടൊരു വേനലിൽ അച്ഛൻ മരിച്ച സമയത്ത് വീട്ടിൽ പകലും ഇരുട്ട് വീണു. എന്താണ് അച്ഛൻ മരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വീട്ടിലെന്താവും ഈ പകൽ ഇരുട്ട് വീണെന്ന് പറയുമ്പോൾ അവിടെ വീട്ടിൽ സങ്കടം തളം കെട്ടിക്കാൻ നിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വീട്ടിൽ പകലും ഇരുട്ട് വീണപ്പോൾ സങ്കടത്തോടെ നിന്റെ തറവാട്ടിലേക്ക് വന്നു. അപ്പുറത്തെവിടെയോ ഉത്സാഹത്തിലായിരുന്നു നിന്റെ ഏട്ടൻ എന്ന് പറയുന്നത്. അപ്പുറത്തെവിടെയോ ഉത്സാഹത്തിലായിരുന്നു നിന്റെ ഏട്ടൻ. അപ്പോൾ ഇവിടെ തൻ്റെ പ്രിയതമയുടെ വീട്ടിലേക്ക് പോയ കാര്യമാണ് പറയുന്നത്. സങ്കടത്തോടെ അച്ഛൻ മരിച്ച സമയത്ത് സങ്കടത്തോടു കൂടി നിന്റെ തറവാട്ടിലേക്ക് വന്നു. അപ്പുറത്തെവിടെയോ ഉത്സാഹത്തിലായിരുന്നു നിന്റെ ഏട്ടൻ. ഈ പറഞ്ഞ വെക്കേഷനാണ്, ഓണക്കാലമാണ്, അതിൻ്റെ ഉത്സാഹത്തിലായിരുന്നു. വെറുതെ എന്തോ മറിച്ച് നോക്കി വായിച്ചിരുന്നു. ഞാൻ എന്തൊക്കെയോ വെറുതെ, കാരണം അച്ഛൻ മരിച്ച സങ്കടത്തിലാണുള്ളത്, മരിച്ചു കയറുന്ന നാളുകളായിട്ടില്ല. അപ്പോൾ വെറുതെ എന്തോ മറിച്ച് നോക്കി വായിച്ചിരുന്ന എൻ്റെ കണ്ണുകൾ പൊത്തിയിട്ട് കണി കണ്ടാലും എന്ന് നീ പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണ് പൊത്തിട്ട് നീ എന്നോട് പറഞ്ഞു കണി കണ്ടാലും എന്ന് പറഞ്ഞു. പകച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടത്, അപ്പം എന്തോ മറിച്ച് നോക്കി വെറുതെ ഇരിക്കുന്ന കവിയുടെ കണ്ണുകൾ പൊത്തിയിട്ട് കണി കണ്ടാലും എന്ന് ആര് പറഞ്ഞു? ആ പെൺകുട്ടി പറഞ്ഞു. പകച്ചു നോക്കിയ സമയത്ത് ഈ കവി കാണുന്നത് കൊന്നപ്പൂക്കുല വാരി ചാർത്തി പുഞ്ചിരിയോടെ ആ പെൺകുട്ടി അയാളുടെ മുന്നിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ചെറിയ ലോലഗാത്രിയായ പെണ്ണിന് ഇത്രയും കുറുമ്പെന്ന് ഇദ്ദേഹം കവി അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ കണിയില്ലാതെയായ എന്നെ പരിഹസിക്കുകയാണെന്ന് ഞാൻ ചോദിച്ച സമയത്ത്, കണിയില്ലാതായെന്ന് വെച്ചാൽ അച്ഛൻ മരണപ്പെട്ടു, അതുകൊണ്ട് ആഘോഷങ്ങളൊന്നുമില്ല, കണിയില്ലാതായിപ്പോയി. അങ്ങനെ കണിയില്ലാതായ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് എൻ്റെ സങ്കടത്തിൻ്റെ ആഴം മനസ്സിലാക്കി അവൾ എന്ത് ചെയ്തു, പെട്ടെന്ന് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു. അയ്യോ മാപ്പ് എന്ന് എൻ്റെ കൈകളിൽ പിടിച്ച് അവൾ പറഞ്ഞു. അപ്പോൾ നീ എന്ന വിഷുക്കണിയെ കണ്ട് എൻ്റെ കൈകളിൽ ചേർത്ത കൈനീട്ടം മേടിച്ച് ജീവിതം അതിനു മുമ്പ് കാണാത്ത ഭാഗ്യം ഞാൻ നേടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജീവിതത്തിൽ അതിനു മുമ്പ് കണ്ട കണികളെക്കാളും ഏറ്റവും
എനിക്ക് ഫലവത്തായ കണി എന്ന് പറയുന്നത് നീയായിരുന്നു. നീ എൻ്റെ കൈകൾ പിടിച്ച് എൻ്റെ സങ്കടം മനസ്സിലാക്കി മാപ്പ് പറഞ്ഞ സമയത്ത്, പിന്നെ എന്നോട് ക്ഷമ പറഞ്ഞ സമയത്ത് എൻ്റെ കൈകളിൽ നീയാണ് ഞാൻ കണ്ട ഏറ്റവും മികച്ച കണി, വിഷുക്കണി എന്ന് പറഞ്ഞുകൊണ്ട് കവി അവളോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും തീവ്രതയും വ്യക്തമാക്കിയാണ്. തേനാളും കനിയൊന്നു തിരിഞ്ഞു നോക്കിയിടാതെ ഞാനാകും പുളിങ്ങയെ എങ്ങനെ കാമിച്ചു നീ. പിന്നീട് ദുഃഖത്തിൻ്റെ പരീക്ഷങ്ങളും മൗഢ്യവും ചിന്നിടും പല മഞ്ഞുകാലവും കടന്നു നാം പിരിയാതെ എന്നേക്കുമായി കൈപിടിക്കവേ നിൻ ചിരിയാൽ വിഷുക്കണി ആയതൊന്നുമെൻ വീട്ടിൽ. ഇങ്ങു കായിട്ടുല്ലസിക്കുമീ തൊടിയിങ്കലും തൊഴുത്തിലും തുളസിത്തറയിലും പതിവായി തവനാളം ദ്യോതിക്കേ. മമയത്നം പതിരായി തീരാറില്ലി പുഞ്ചനെൽ പാടത്തിലും. എന്താണ് പറയുന്നത്? അപ്പോൾ മധുരഫലങ്ങൾ ചുറ്റുണ്ടായിട്ടും ഞാനാകത്തെ പുളിങ്ങയെ നീ എങ്ങനെ ആഗ്രഹിച്ചു എന്നാണ് ചോദിക്കുന്നത്. പുളിങ്ങ പറഞ്ഞാൽ പുളിയുള്ള ഫലമാണ്. മധുരമുള്ള ഒരുപാട് ഫലങ്ങൾ നിന്റെ ചുറ്റുണ്ടായിട്ടുണ്ട്. കാമുകി അഥവാ ഭാര്യയോടാണ് പറയുന്നത്. ഇത് ഭാര്യയോടുള്ള, അതായത് കുടുംബജീവിതം വെച്ചിട്ടുള്ള ഒരു അനുഭവമാണ് പറയുന്നത്. അപ്പോൾ അവൾ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ചുറ്റും ഒരുപാട്, അവൾ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. ചുറ്റും ഒരുപാട് സുന്ദരമായ ആളുകൾ ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ മധുരഫലങ്ങൾ ചുറ്റുമുണ്ടായ സമയത്ത് ഞാനാകുന്ന പുളിങ്ങയെ നീ എങ്ങനെയാണ് ആഗ്രഹിച്ചത്? ദുഃഖത്തിൻ്റെയും മൗഢ്യത്തിൻ്റെയും വർഷങ്ങൾ പിന്നെയും എത്രയോ കടന്നുപോയി. ഒരിക്കലും പിരിയാതെ എന്നേക്കുമായിട്ട് നിൻ്റെ കൈ പിടിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ എന്തായി? എന്നും നിൻ്റെ ചിരിയിൽ വിഷുക്കണി വിടുന്നു എല്ലാ ദിവസവും. കാരണം പിന്നെ ഈ പറഞ്ഞ ദുഃഖത്തിൻ്റെ ഇടയിലും ഒരിക്കലും പിരിയാതെ ജീവിതകാലം മുഴുവനാക്കിയിട്ട് ഞാൻ നിൻ്റെ കൈകൾ പിടിച്ച സമയത്ത് എൻ്റെ വീട്ടിലെന്തായി? എന്നും നിൻ്റെ ചിരിയിൽ വിഷുക്കണി വിടർന്നു എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഭാര്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വിഷുക്കണി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അകത്തും തൊടിയിലും തുളസിത്തറയിലും തൊഴുത്തിലും നീ എന്തായി? ദീപനാളമായിട്ട് തിളങ്ങി. വീട്ടിനകത്തും പുറത്തും ഈ പറയുന്ന വീട്ടുവളപ്പിലും തുളസിത്തറയിലും തൊഴുത്തിലും എല്ലായിടത്തും നീ എന്തായി? ദീപനാളത്തെ പോലെ തിളങ്ങി. എൻ്റെ പ്രയത്നങ്ങൾ പുഞ്ചപ്പാടത്ത് സമൃദ്ധിയായി. അപ്പോൾ എൻ്റെ പ്രയത്നങ്ങൾ പുഞ്ചപ്പാടത്ത്, അപ്പോൾ എനിക്കുള്ള കരുത്തായിട്ട് നീ മാറി. എൻ്റെ ജീവിതത്തിൽ ഒരു ഐശ്വര്യമായിട്ട് നീ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവളുടെ സ്പർശം അദ്ദേഹത്തിന് കൈനീട്ടമായിട്ട് മാറുന്നു, കവിക്ക് കൈനീട്ടമായിട്ട് മാറുന്നു. അത് അവരുടെ ദാമ്പത്യത്തിലേക്കുള്ള ഒരു തുടക്കമായിട്ട് മാറി ആ ദിവസം. അപ്പോൾ തേനുള്ള ഫലമാണോ എന്ന് തിരിഞ്ഞു നോക്കാതെ ഞാനാകുന്ന പുളിങ്ങയെ എന്തിനാണ് നീ പ്രണയിച്ചത് എന്ന് കവി ചോദിക്കുകയാണ്. അപ്പോൾ കാലം വീണ്ടും കടന്നുപോയി. ഭാഗ്യമായ മധുരത്തിനപ്പുറം ആത്മബന്ധത്തിൻ്റെ പുളിപ്പായിരുന്നു സ്നേഹത്തിൻ്റെ ആധാരമായി കവി കണ്ടെത്തുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ കാലം വീണ്ടും കുറേ കാലം കടന്നു പോയിട്ടാകുമ്പോൾ ഈ പറഞ്ഞ പുറമേക്കുള്ള മധുരത്തേക്കാൾ ആത്മബന്ധത്തിന് ഒരു പുളിപ്പ് രുചിയാണ്. ഈ പുളിപ്പ് രുചിയാണ് സ്നേഹത്തിൻ്റെ ആധാരമായിട്ട് കവി കണ്ടെത്തുന്ന ഉത്തരം എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന വരികളിൽ കീഴടക്കുന്നു പോലും മനുജൻ പ്രകൃതിയെ കീഴടക്കാതെ സ്വയം കീഴടങ്ങാതെ അവളെ സ്നേഹത്തിനാൽ സേവിച്ചു വശയാക്കി അരിയ സഹിയാക്കി വരിച്ചു പാലിക്കുക നാം ഭുജിക്കില്ലേ നിത്യമാം വരതയോടൊത്തു. ദാമ്പത്യ സുഖം പോലെ കയ്പ് മുറ്റുമൊരു മോഹം കായ് മുറ്റുമൊരു സുഖം ഒന്നു താനിനീ മോഹം കണി വെള്ളരിക്കപ്പോൾ നിന്നുടെ മടിത്തട്ടിൽ തങ്ങുമീ മണിക്കുട്ടൻ. ഏതു ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിന് വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. അപ്പോൾ മനുഷ്യൻ പ്രകൃതിയെ സ്നേഹിച്ച് കീഴടക്കുന്നു, എന്നാൽ പ്രകൃതിക്ക് കീഴടങ്ങുന്നില്ല അല്ലേ? ഇപ്പോൾ യാന്ത്രവൽകൃതം ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് യാന്ത്രവൽകൃതം? യന്ത്രവൽകൃതമായ എന്ന രീതിക്കാണ് യാന്ത്രവൽകൃതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭാര്യയോടൊത്ത് ഒരു വീട്ടിൽ സുഖമായിട്ട് കഴിയുന്ന ഒരു അനുഭൂതിയാണ് എന്ത് നൽകുന്നത്? സ്നേഹത്താൽ വശീകരിച്ച് സഖിയാക്കി പരിപാലിക്കുന്ന സമയത്ത് നമ്മൾ പ്രകൃതി എന്താക്കുന്നു? പ്രകൃതിയെ നമ്മൾ സ്നേഹത്തോൽ വശീകരിച്ചിട്ട് സഖിയാക്കിയിട്ട് പരിപാലിക്കുന്നു. അപ്പോൾ ഭാര്യയോടൊത്ത് ഒരു വീട്ടിൽ സുഖമായി കഴിയുന്ന ഒരു അനുഭൂതിയാണ് മനുഷ്യന് പ്രകൃതിയെ സ്നേഹിച്ച് കീഴടക്കുന്ന സമയത്ത് ലഭ്യമാകുന്നത്. അപ്പോൾ ഒന്നേ ഈ മോഹമുള്ളൂ, കണവെള്ളരിക്ക പോലെ നിൻ്റെ മടിത്തട്ടിൽ തങ്ങുന്ന കുട്ടി എന്നാണ്. കണി വെള്ളരിക്ക പോലെ നിൻ്റെ മടിത്തട്ടിൽ തങ്ങുമീ മണിക്കുട്ടൻ. അപ്പോൾ ദാമ്പത്യ സുഖം പോലെ കായ് മുറ്റുമൊരു സുഖം വേറെയുണ്ടോ? അപ്പോൾ പ്രകൃതിയോടൊപ്പം ഉള്ള, അല്ലെങ്കിൽ അവിടെയാണ് കവി പ്രകൃതിയുടെ കവി കൂടിയാവുന്നത്. അപ്പോൾ പ്രകൃതിയും മനുഷ്യരും തമ്മിൽ അഭേദ്യമായ ബന്ധവും പ്രകൃതിയെ സ്വന്തം ഭാര്യയോട് ഉപമിക്കുകയും അവർ രണ്ടുപേരും ഒരേപോലെ എങ്ങനെയാണ് ജീവിതത്തിന് അനിവാര്യമായ ഭാഗമായിട്ട് വരുന്നതെന്നാണ് കവി പറയുന്നത്. അപ്പോൾ പിന്നെ കണിവെള്ളരിക്ക പോലെ നിൻ്റെ മടിത്തട്ടിൽ തങ്ങുന്ന ഒരു കുട്ടിയാണ് ഇനി എൻ്റെ ദൂസരം എന്ന് പറഞ്ഞാൽ മഞ്ഞ കലർന്ന വെളുപ്പ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ കുട്ടിയാണ് പിന്നെ എൻ്റെ
ലക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ മോഹം എന്നാണ് കവി പറയുന്നത്. അപ്പം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കവി മുന്നോട്ട് വെക്കുന്നു. അപ്പം ഒരു ഭാര്യ എങ്ങനെയാണോ കവിയെ സന്തോഷിപ്പിക്കുന്നത്, ജീവിതത്തിൽ ഐശ്വര്യം നൽകുന്നത്, അല്ലെങ്കിൽ ആനന്ദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പരിപാലിക്കുന്നത്, അല്ലെങ്കിൽ സുഖം നൽകുന്നത്, അതേ അനുഭൂതി തന്നെ പ്രകൃതിയിൽ നിന്നും കവിക്ക് ലഭ്യമാകുന്നുണ്ട്. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നുള്ളത്. അപ്പം ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും, ദൂസര സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മഞ്ഞ കലർന്ന വെളുപ്പ് നിറാണ്. അപ്പോൾ ഏത് ദൂസരം, അതായത് നമ്മൾ ഈ പറഞ്ഞ ഏത് ലോകത്ത് മാനസികമായി ഏത് ലോകത്ത് വളർന്നാലും, ഏത് യന്ത്രങ്ങളാൽ നിർമ്മിതമായ ഏത് നഗരത്തിൽ നമ്മൾ പുലർന്നാലും അവൻ്റെ മനസ്സിൽ, നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ ഈ ഗ്രാമത്തിൻ്റെ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചാലും ഈ പറയുന്ന മനസ്സിൽ ഈ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എന്താണ്, അവനൊരിക്കലും നമ്മുടെ ഈ പ്രകൃതിയെ മറക്കാൻ പാടില്ല, നമ്മുടെ മണ്ണിനെ മറക്കാൻ പാടില്ല, നമ്മുടെ ആശയങ്ങളെ മറക്കാൻ പാടില്ല, നമ്മുടെ ഈ പറയുന്ന ഓണത്തെ മറക്കാൻ പാടില്ല, നമ്മുടെ സംസ്കാരത്തെയും ഒന്നും അവൻ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ട് കളയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു വിഷുക്കാലത്ത് തൻ്റെ അച്ഛൻ നഷ്ടപ്പെടുകയും അച്ഛൻ നഷ്ടപ്പെട്ട സമയത്ത് അമ്മാവൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് അമ്മാവൻ്റെ മകളുമായിട്ട് പ്രണയത്തിലാവുന്നതും അവൾ ഈ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതും പിന്നെയാണ് നടക്കുന്ന ജീവിതത്തിൽ അവൾ വന്ന ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവർക്ക് ലഭിക്കുന്ന കുട്ടി എന്തായിരിക്കണം, കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മനസ്സിലെപ്പോഴും ഗ്രാമത്തിൻ്റെ മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവണം എന്നാണ് കവി പറയുന്നത്. അപ്പോൾ വർഷകാലം എന്ന് പറയുന്നത്, മഴക്കാലം എന്ന് പറയുന്നത് കവിക്ക് ദുഃഖവും മഞ്ഞുകാലം മൗഢ്യവുമായിരുന്നു. എന്നാൽ സഖിയുടെ സാന്നിധ്യം കവിയെ സന്തോഷവാനാക്കുന്നുണ്ട്. അവരുടെ ഈ ഭാര്യയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് തൻ്റെ പ്രവർത്തികൾ പതിരായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, പതിരായി പോവാതെ കതിരായി പോകുന്നത് സഖിയുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് കവി കരുതുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയെയും ദാമ്പത്യത്തെയും കവി ഒരുപോലെയാണ് കാണുന്നത്. രണ്ടിലും കീഴടങ്ങലിനോ ഒരു സ്ഥാനമില്ല എന്ന് കവി പറയുന്നുണ്ട്. ദാമ്പത്യത്തിലായിക്കോട്ടെ, അതേപോലെ തന്നെ ഈ പറയുന്ന പ്രകൃതിയിലായിക്കോട്ടെ, രണ്ടിലും കീഴടങ്ങലിനോ സ്ഥാനമില്ല. മറിച്ച് എന്താണ്, രണ്ടും ഒരേപോലെ നല്ല സ്നേഹത്തോടു കൂടിയിട്ട് പരിപാലിച്ച് വശീകരിച്ച് പോകുന്നതാണ് രണ്ടും എന്ന് പറയുന്നത്. അപ്പോൾ നല്ല കൃഷിയിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുന്നത് പോലെ നല്ല ദാമ്പത്യത്തിലൂടെ കൈവരുന്നത് നല്ല സന്താനങ്ങളാണെന്നാണ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. കവി അവസാനം എഴുതുന്നത് എന്താണ്, ഏത് സങ്കല്പത്തിൽ വളർന്നാലും മനസ്സിൽ ഗ്രാമത്തിൻ്റെ മണവും മമതയും സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അത് തൻ്റെ കുട്ടിയും അതുപോലെ ആയിരിക്കണം. ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിൽ കുട്ടിക്ക് എന്തുണ്ടായിരിക്കണം, നന്മയും ഗ്രാമത്തിൻ്റെ വെളിച്ചവും മമതയും ഇത്തിരി കൊന്നപ്പൂവും ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവണം എന്നാണ് കവി പറയുന്നത്. അപ്പോൾ വിശാലമായിട്ടുള്ള പ്രപഞ്ച വീക്ഷണം ഉൾക്കൊള്ളുന്ന കവിതയാണ് വൈലോപ്പിള്ളിയുടെ വിഷുക്കണി എന്ന് പറയുന്നത്. കാർഷിക സംസ്കൃതിയിൽ ഊന്നിയ ഒരു കേരളീയ ജീവിതത്തെ കവിത കാട്ടിത്തരുന്നുണ്ട്. പ്രകൃതിയെ കീഴടക്കുന്നതിന് പകരം അനുനയിപ്പിക്കാനാണ് കവി ഉപദേശിക്കുന്നത്. ദാമ്പത്യത്തോടുള്ള കവിയുടെ സമീപനം അതുതന്നെയാണ്. എന്താണ്, ഭാര്യയെ കീഴടക്കുന്നതിനല്ല, ദാമ്പത്യത്തിൽ അധികാരം പുലർത്തുന്നതല്ല, മറിച്ച് എന്താണ്, അനുനയിപ്പിക്കുന്നതിലാണ് കാര്യമെന്ന് കവിതയുടെ ആന്തരികാർത്ഥത്തിൽ കാണാൻ പറ്റും. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് കവിക്ക് ഭാഗ്യരൂപം മാത്രമല്ല, തൻ്റെ ചലനങ്ങളെ, ഉണ്മയെ സ്വാധീനിക്കുന്ന സകലതിനുമുള്ള ഉറവിടമാണ്. അപ്പോൾ കൂടാതെ കഥാഗാനങ്ങളുടെ സ്വാധീനം ഈ വിഷുക്കണി എന്ന കവിതയിൽ കാണാൻ വേണ്ടി പറ്റും. കവിതയ്ക്കുള്ളിൽ ആത്മാംശമുള്ള മറ്റൊരു കഥ പറയുകയാണ് കവി എന്ന് നമുക്ക് കാണാം. എല്ലാവരും വേനലിനെ വെറുക്കുന്ന സമയത്ത് കവി ഒരു പുതുവേട്ടാളം കുഞ്ഞെന്ന പോലെ വേനലിനെ ഇഷ്ടപ്പെടുകയാണ്. പിതാവിൻ്റെ മരണത്തോടെ വരണ്ടുപോയ തൻ്റെ കുട്ടിക്കാലവും ആ കുട്ടിക്കാലത്ത് നിന്ന് വേനലിനെയും ചൂടിനെയും വകവയ്ക്കാതെ മാഞ്ചോട്ടിലും കുളക്കരയിലും പാടത്തും ഓടി നടന്ന ആ ഒരു കുട്ടിക്കാലം, അത് വേനൽക്കാലമാണ്. മഴയത്തും മഞ്ഞത്തും കവിക്ക് അത് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അന്നത്തെ മണ്ണിൻ്റെയും കച്ചിയുടെയും നാട്ടുമാങ്ങയുടെയും ചക്കിൻ്റെയും സുഗന്ധം കവിയിൽ വിഷുക്കാലം ഓർമ്മയായിട്ട് വരുന്നുണ്ട്. വിഷുവും വിഷുക്കണിയും വിഷുക്കൈ നീട്ടത്തെക്കുറിച്ചും. അപ്പോൾ അവിടെ കവിക്ക് വിഷുക്കൈ നീട്ടം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ആരില്ല, അച്ഛനില്ല. അച്ഛനില്ലാത്ത കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് വിഷു ആഘോഷിക്കുന്നില്ല, വിഷുക്കണി വെക്കുന്നില്ല. അങ്ങനെയാണ് കവി എന്ത് ചെയ്യുന്നത്, തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുന്നതും അവിടെ അമ്മാവൻ്റെ മകൾ കൺപൊത്തുന്നതും അതിലൂടെ പിന്നെ അമ്മാവൻ്റെ മകൾക്ക് തൻ്റെ സങ്കടം കണ്ട സമയത്ത് കണ്ണറിയുന്നതും അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നതൊക്കെയാണ് അവിടെ പറയുന്നത്. സ്വർഗവാതിൽ പക്ഷിയോടൊപ്പം ചേർന്ന് മേടമാസത്തിൻ്റെ മടിയിൽ പിറന്ന താൻ ആർത്തു വിളിച്ചുല്ലസിക്കുമെന്ന് കവി പറയുമ്പോൾ വേനലിനോട് കവിക്കുള്ളൊരു അഭിനിവേശമാണിതെന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കവിയും ജനിച്ചത് മേടമാസത്തിലാണ്. അപ്പോൾ ഈ ഒരു മേടമാസം കവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, കവിയെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാലമാണെന്നും കൂടി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ തവളകൾ മഴയെ പുകഴ്ത്തുമ്പോൾ താൻ വിഷുപക്ഷിയോടൊപ്പം ചേർന്നിട്ട് വേനലിനെ പ്രകീർത്തിക്കുന്നു എന്നാണ് കവി പറയുന്നത്.
വേനലിൻ്റെ മക്കളായിട്ടുള്ള ഫലമൂലാദികൾ, ചക്കയും മാങ്ങയും അടക്കമുള്ള ഫലമൂലാദികൾ, പക്ഷികൾ, പൂക്കൾ എല്ലാം കവിയുടെ രചനകളിൽ ധാരാളമായിട്ട് എപ്പോഴും കടന്നു വരുന്നത് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കവിയുടെ ബാല്യ കൗമാര ഗ്രാമീണ സ്മൃതികളിലെല്ലാം ഈ പറയുന്നത് തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചത്തിനോമന മകളെ കണിക്കൊന്ന പൂവണി പൊന്മേടമേ എന്നാണ് കവി മേടമാസത്തെ വിളിക്കുന്നത്. അപ്പോൾ അച്ഛൻ മരിച്ചതോടെ തൻ്റെ ജീവിതത്തിൻ്റെ പകൽ മാറി ഇരുട്ടായെന്നും തനിക്ക് കണിയില്ലാതായെന്നും കവി ഖേദിക്കുന്നുണ്ട്. അപ്പോൾ എങ്കിലും പ്രകൃതിയോട് ഇടകലർന്നുള്ള ജീവിതവും പ്രയത്നങ്ങളും കവിയുടെ ജീവിതത്തിൽ വീണ്ടും വെളിച്ചം കൊണ്ടുവരുന്നു. അപ്പോൾ തറവാട്ടിൽ ചെന്ന കവിക്ക് അവിടുത്തെ പെൺകുട്ടി വിഷു കണിയായിട്ട് മാറുകയും അത് അവരുടെ ദാമ്പത്യത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിഷുക്കണി എന്ന് പറയുന്നത് വിഷുക്കണി എന്ന് പറയുന്നത് ഈ പറയുന്ന കാർഷിക സംസ്കൃതിയുടെ അടയാളമാണ്. വിഷുക്കണി എന്ന് പറയുന്നത് കേവലം ഈ പറയുന്ന ഇതൊന്നും കാണിക്കുന്നില്ല, മറിച്ച് ദീർഘകാലത്തേക്കുള്ള സംസ്കൃതിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിഷുക്കണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുമ്പിലോട്ട് വെക്കുന്നത്. അത് നമ്മുടെ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതിയെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ പറയുന്ന വിഷുക്കാലം എന്ന് പറയുന്നത് മാമ്പഴങ്ങളുടെ കാലം കൂടിയാണ്. കുട്ടികൾക്കൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം നമ്മളൊക്കെ പലതരം മാമ്പഴങ്ങൾ തേടി അലയുന്ന നാളുകളാണ്. അപ്പോൾ ഈ പറയുന്ന വേനലിനോട് കവിക്കുണ്ടാകുന്ന ഒരു ഗൃഹാതുരത അഥവാ പ്രിയം, അതുപോലെ ദാമ്പത്യ ജീവിതവും പ്രകൃതി ദർശനവും തമ്മിലുള്ള ഒരു പിരിയാത്ത ബന്ധം, അല്ലെങ്കിൽ അതിനെ കീഴടക്കാതെ അല്ലെങ്കിൽ കീഴടങ്ങാതെ പരസ്പരം അനുനയിപ്പിച്ചു കൊണ്ടുള്ള ഒന്നാണെന്ന രീതിക്കുള്ള കാഴ്ചപ്പാട് ഒക്കെ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയും സ്ത്രീയും പരസ്പരം ബന്ധിതമായ ബിംബങ്ങളായിട്ട് ഈ കവിതക്കകത്ത് കാണുന്നുണ്ട്. കവിയുടെ വൈകാരികമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയും ഈ ഒരു കവിതയിൽ കാണാൻ പറ്റും. അപ്പോൾ വിഷുക്കണി എന്ന കവിത വിഷുക്കാലത്തെ മുൻനിർത്തിക്കൊണ്ട് കവിക്ക് എന്തുകൊണ്ടാണ് വേനൽക്കാലം ഇഷ്ടമെന്നും വേനൽക്കാലം കവിയുടെ ജീവിതത്തിൽ സമ്മാനിച്ച സന്തോഷങ്ങൾ ജീവിതകാലം മുഴുവൻ അത് എങ്ങനെയാണ് പ്രസരിക്കുന്നതെന്നും പ്രകൃതിയും തൻ്റെ ദാമ്പത്യവും തൻ്റെ കുട്ടികളും എല്ലാം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും കവി സൂചിപ്പിക്കുന്ന ഒരു കവിതയാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ കവിത ആശയം ശ്രദ്ധിക്കണം, കവിതയിൽ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, വൈലോപ്പിള്ളിയെക്കുറിച്ച് മറ്റുള്ള ആളുകൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വൈലോപ്പിള്ളിയുടെ കവിതകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇതിനകത്തുള്ള വൺ വേർഡ് ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക.